നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദം നല്ല സ്വാദുണ്ട് പാർവതി. ചന്ദ്രഭഗവാന് നിവേദിച്ച പ്രസാദമല്ലേ ഇത്? ഭഗവാൻ അർപ്പിക്കുന്ന പ്രസാദം ഭഗവാൻ കഴിക്കുമെന്നാണല്ലോ വിശ്വാസം. ഭഗവാൻ ഇത് കഴിച്ചതുകൊണ്ടാവും ഇതിന് ഇത്രയും സ്വാദ്. അതായിരിക്കാം, പക്ഷേ അത് മാത്രമല്ല സ്വാദിന്റെ കാരണം. പിന്നെന്താ? ഇതിലെ എന്റെ ഭവതിയുടെ കൈപുണ്യം കൂടിയുണ്ട്. പ്രസാദത്തിന് സ്വാദ് കൂടാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല സർ. ചന്ദ്രഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രസാദം ഞാൻ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പാർവതി, പ്രസാദത്തിന്റെ രുചി കാരണം ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഒടുവില് ഇത് തീർന്നു പോവും. പാർവതി ഇതിൽ നിന്നും ലേശം പോലും കഴിച്ചില്ലല്ലോ. വിശാൽ സാർ കഴിക്കേ, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം. ഞാൻ ഒത്തിരി കഴിച്ചല്ലേ പാർവതി, ഇനി പാർവതി കഴിക്ക. സാറ് കുറച്ചുകൂടി കഴിക്കേ. കഴിച്ചാ പിന്നെ അധിക നേരം രണ്ടും ഉണർന്നിരിക്കില്ലല്ലോ. അത്രയ്ക്ക് എഫക്റ്റുള്ള ഉറക്ക ഗുളികയാ ഞാനതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എന്റെ ജോലികൾ നടത്താൻ. വിശാൽ സാർ, ഞാനും കഴിച്ചു തീർന്നു. സന്തോഷം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഏയ്, താനിവിടെ ഇരിക്ക. നമുക്കേ കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. അയ്യോ, ഇപ്പൊ തന്നെ ഒത്തിരി നേരായി. ദേ, കൃത്യസമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ വിശാൽ സാർ ക്ഷീണിക്കും. അതുകൊണ്ട് കിടന്നുറങ്ങ. പാർവതി, ഇത്തിരി നേരം ഇവിടെ ഇരിക്ക. നടക്കില്ല. ദേ, ഞാൻ പോവാ. എനിക്ക് ഉറങ്ങണം. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ? സാറ് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക്. ആ, എന്നാലേ എനിക്കൊരു താരാട്ട് പാടുത്താ ഞാൻ ഉറങ്ങാം. അയ്യടാ, കൊള്ളാലോ. ഞാനിപ്പോ താരാട്ട് പാടിയല്ലേ ആൾക്കാർ ഇവിടെ ഓടിക്കൂടും. അതെ, ഉച്ചത്തിൽ പാടാൻ ആരും പറഞ്ഞു? പതുക്കെ ചെറിയ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി പാടിയാ മതി. അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞു. ഇപ്പോ സാറ് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്കി. ഉറങ്ങിക്കേ. എണീറ്റേ വാ, എനിക്ക് വിശാൽ സാർ കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രതാപ, നീ ആ സൈഡിൽ പോയി നോക്ക്. ഞാൻ ഇവിടെ നോക്കാം.
വിശാൽ സർ അയ്യോ ജാസ്മിൻ ഏയ് ജാസ്മിൻ, അയ്യോ വിശാൽ സർ ജാസ്മിൻ 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 എന്താ പറ്റിയേ? ജാസ്മിൻ കണ്ണു തുറക്ക ജാസ്മിൻ, എഴുന്നേക്ക് പാർവതി ഒന്ന് പിടിച്ചേ. ഓ പതുക്കെ. ഞാനിത് എവിടെയാ നീ ഇവിടെ തന്നെയാണ് ജാസ്മിൻ, നമ്മുടെ വീട്ടില്. അല്ല എനിക്കെന്താ പറ്റിയേ? ആ അത് തന്നെയാ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങൾ വരുമ്പോ നീ ഇവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു. അല്ല മുറിയിൽ ഉറങ്ങാൻ കിടന്ന് നീ ഇങ്ങനെ ഇവിടെ വന്നേ? ഞാൻ എന്താ ജാസ്മിൻ, നീ എന്ത് കണ്ടാ പേടിച്ചത്? പേടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ. നീ പേടിക്കാതെ കാര്യം പറ, എന്തു പറ്റി? എന്താ ജാസ്മിൻ, കാര്യം പറയൂ. ഇപ്പൊ ഇവിടെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞാനെന്തേ വിശാൽ സാർ ഇപ്പൊ ഇവിടെ ഇല്ലേ നിന്റെ കൂടെ? നീ കാര്യം എന്താ വെച്ചാ പറയൂ. ഞാൻ പ്രേതത്തെ കണ്ടു. പ്രേതം? പ്രേതം? എന്ത് പ്രേതം? ആരുടെ പ്രേതം? ഞാൻ കണ്ടത് ജയയുടെ പ്രേതാണെന്ന് തോന്നുന്നു. ഇവള് രാത്രി ഇറങ്ങി നടന്ന് എന്തുകൊണ്ട് പേടിച്ചത്? അത് ജയയുടെ പ്രേതമെന്ന് നമ്മൾക്ക് തോന്നി. പാർവതി, നീ ഇവളെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി ഉദയനൂർ അമ്മയുടെ കുങ്കുമം ഇവളുടെ നെറ്റി തൊട്ടുകൊടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.